എനിക്ക് ആങ്ങളമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ എന്നെ ഇങ്ങനെ ബൈക്കിലോ സ്കൂട്ടറിലോ ഒന്നും കൊണ്ടുപോകാൻ ആരുമില്ലായിരുന്നു. അച്ഛൻ്റെ പുറകെ സൈക്കിൾ ഇരുന്ന് പോയൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഏട്ടൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കൂടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ എടുക്കാനായിട്ട് ഫോണിലോട്ട് ഒന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പുച്ഛ നോട്ടം കണ്ടല്ലേ കൈസ്. നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇത് എനിക്ക് പത്രാസ് കാണിക്കാറുണ്ടോ? അപ്പം നമ്മൾ ഈ ഒരു നല്ല വൈകുന്നേരം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഏട്ടൻ്റെ ഓഫീസിലെ ബെസ്റ്റ് ഫ്രണ്ടാണ് അജയൻ ചേട്ടൻ. അപ്പോൾ അജയൻ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ ഈ പോകുന്നത്. ദാ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഓർമ്മ കാണാനാ? ഞങ്ങൾക്കല്ലേ ഇവിടെ വെച്ച് ആക്സിഡന്റ് പറ്റിയത്. പണ്ട് ഒരു എക്സാമിന് പോയപ്പോൾ ഈ വളവ് വെച്ചൊരു കാർ വന്ന് എൻ്റെ കാലിൽ തട്ടിയത് ഇവിടെ വെച്ചാണ് ഗൈസ്. അയ്യോ, അന്ന് ഞാനും ഏട്ടനും ബൈക്കിൽ നിന്നൊക്കെ തെറിച്ച് പോയി. ഒരു ഭീകര ദിനമായിരുന്നു അത്. ഈ സ്ഥലത്തൂടെ പോകുമ്പോൾ എനിക്ക് ഇപ്പോഴും ഒരു വിഷമമാണ് കേട്ടോ. ഒന്ന് മൂന്നാറ് പോയതുകൊണ്ട് ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് കോടയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ കൊല്ലത്ത് പിന്നെ ഇത് കുപ്പ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ വരുന്ന പുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അജയൻ ചേട്ടന് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കണ്ണാടിപ്പെട്ടിയിൽ കണ്ടൊരു ലഡു ഇങ്ങി പൊക്കി. എന്നിട്ട് എനിക്കാണെന്ന് പറഞ്ഞ് മേടിച്ചാണെങ്കിൽ ഏട്ടൻ കുറച്ചതിൽ നിന്ന് എടുത്തോന്ന് പറഞ്ഞു. പക്ഷേ അത് അടിച്ചുകൊണ്ട് പോയൊരു പോക്ക് കണ്ടോ. ഒറ്റയടിക്ക് അതിൻ്റെ അരഭാഗം മുറിച്ചെടുത്ത് ഒറ്റ വിഴുങ്ങാക്കാം. എന്നിട്ട് പറയുന്നതോ ഞാനെല്ലാം കഴിക്കുന്നതെന്നാണ്. അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഒരു ലഡു ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അജയൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഒത്തിരി നാളായി ഇങ്ങനെ നടുക്ക് മുന്തിരിങ്ങയൊക്കെ ഉള്ളൊരു ലഡു കഴിച്ചിട്ട്. പുറകെ ഇരുന്ന് ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ വിഷമമാണ്. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ചുകൂടെ ഏട്ടനും കൊടുത്തു കേട്ടോ. പാസം മുഖ്യം ബിഗിലേ. അങ്ങനെ നമ്മൾ സൺസെറ്റിന്റെ സമയത്ത് ഇറങ്ങിയിട്ട് ആകാശത്ത് ചന്ദ്രൻ ഉദിക്കാറായപ്പോൾ അജയൻ ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അജയൻ ചേട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവരെങ്ങോട്ട് പോകാൻ ഇറങ്ങുമായിരുന്നു കേട്ടോ. ഇതാണ് അജയൻ ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴി. പിന്നെ നമ്മൾ അകത്ത് നിന്നിട്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം അവരുടെ ഒരു പ്രൈവസിയൊക്കെ മാനിച്ച് ഞാനിങ്ങനെ വീടും മിറ്റമൊക്കെ എടുത്തിട്ട് ഞാൻ വീഡിയോ എടുപ്പങ്ങ് നിർത്തി കേട്ടോ. പിന്നെ നമ്മൾ അകത്ത് കയറി അജയൻ ചേട്ടനെ ഫാമിലിയൊക്കെ കണ്ടു, സംസാരിച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇറങ്ങി. കാരണം അവരൊരു കല്യാണത്തിന് പോകാൻ ഇറങ്ങുമായിരുന്നു നമ്മൾ ചെന്നപ്പം. പിന്നെ ഒരുപാട് നേരം അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ തോന്നിയപ്പം ഇത് കണക്ക് നമ്മളുടെ മൂന്നുമുക്കിനടുത്തുള്ള ഒരു കടയാണ് കേട്ടോ. അവിടെ കയറി നല്ല ചൂട് ബജ്ജി കഴിക്കാമെന്ന് കരുതി. പക്ഷെ അത്രയ്ക്ക് ചൂടൊന്നും ഇല്ലായിരുന്നു. കാരണം കട അടയ്ക്കാറായപ്പോഴേ ഞങ്ങൾ ചെന്നേന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു പാത്രം എടുത്ത് കലക്കി കുറച്ച് ചമ്മന്തിയൊക്കെ ഒഴിച്ചു. അതങ്ങ് ഏട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്ത് ഹോർലിക്സ് ആണ് കേട്ടോ. തട്ടിടലിലെ ഹോർലിക്സിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. ഒരു പാക്കറ്റ് ഫുൾ ഇടുന്നുണ്ടാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു മുളക് ബജ്ജി എടുത്ത് ഞങ്ങൾ രണ്ടോട് ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. മഴയും ജോൺസൺ മാഷിൻ്റെ പാട്ടും അതുപോലെ തന്നെ ചായയും ഒരു കോംബോ ആണെന്ന് പറയത്തില്ലേ, അതുപോലെ ഒരു അൺറേറ്റഡ് കോംബോ ആണ് ഗൈസ്. മഴയില്ലാത്ത ദിവസം ബജ്ജി ഹോർലിക്സ് എന്ന് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതെല്ലാം അകത്താക്കിയിട്ട് പോകുന്ന വഴിയായിരുന്നു. പള്ളിയിൽ എന്തോ പെരുന്നാളുണ്ടായിരുന്നു. അങ്ങനെ ആണെങ്കിൽ ഞാൻ മറ്റേ ഹൈറ്റ് ബലൂൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടനാണെങ്കിൽ വെറുതെ ഇല്ല ഭാര്യയിൽ ജയറാം കാണിക്കുന്ന നമുക്ക് കൈയൊക്കെ ഇങ്ങനെ ഇട്ട് വേണ്ട വേണ്ട എന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് വീട്ടിലേക്ക് പോയി കേട്ടോ.